നമ്മൾ പലപ്പോഴും മനസ്സിൽ വൈരാഗ്യവും ഭാഷ്യവും പിണക്കവും ഒക്കെ കൊണ്ടു നടക്കുന്നവർ. ഒരു സാധാരണ മനുഷ്യന്റെ സ്വഭാവ ലക്ഷണമാണ് കോപവും ദേഷ്യവും പ്രതികാരവും. എന്നാൽ ഒരു ഉത്തമ മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കുന്നത് പ്രതികാരമല്ല. എന്നോട് പ്രതികാരം ചെയ്യുന്ന ആളോട് ഞാൻ സൗമ്യമായി ഇടപെടുന്നതാണ് ഏറ്റവും ഉത്തമമായ പ്രതികാരം. അതുകൊണ്ടാണല്ലോ യേശു കർത്താവ് വളരെ നിശബ്ദനായി പലതിനോടും പ്രതികരിച്ചു. ഹിംസമാർഗം ഒരു ഭീരുവിന്റെ മാർഗം, അഹിംസമാർഗമാണ് ധീരന്റെ മാർഗം. അതുകൊണ്ടാണല്ലോ ഗെത്സമൻ തോട്ടത്തിൽ ഹിംസമാർഗം സ്വീകരിച്ച പത്രോസിനെ യേശു കർത്താവ് അഹിംസമാർഗത്തിലൂടെ തിരുത്തുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. പുരുഷന്റെ അവസാനത്തോളം ഈ അഹിംസമാർഗമാണ് യേശു കർത്താവ് നമ്മുടെ മുമ്പിൽ ജീവിച്ചു കാണിച്ചു. മഹാത്മാഗാന്ധി എന്ന വലിയ മനുഷ്യൻ സ്വാധീനിച്ചതുപോലെ അഹിംസമാർഗത്തിന്റെ ചില വലിയ മൂല്യങ്ങളായിരുന്നു. ദൈവരാജ കെട്ടുപണിയുമായി ബന്ധപ്പെട്ട് ഇത് വലിയൊരു ആയുധമായി നമുക്ക് മനസ്സിലാക്കാനും ദൈവരാജ്യത്തിന്റെ ഏറ്റവും മൂല്യമുള്ള ആയുധം യേശു കർത്താവ് അഹിംസയിലൂടെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ആ മാർഗം തന്നെ നമുക്ക് ഈ കുരിശ് യാത്രയിൽ സ്വീകരിക്കാം. ഹിംസയ്ക്ക് പകരം അഹിംസ ആയിരിക്കട്ടെ നമ്മുടെ മാർഗം. ഉത്തമ പ്രതികാരം ഒന്നും പ്രതികരിക്കാതിരിക്കുന്നതായിരിക്കും.